ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ? നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്കില്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച, നീ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി. ആ ഒരു വർത്തമാനം തരിച്ചിരുന്നു പോയി അങ്ങനെ കേട്ടപ്പോൾ തന്നെ. നടി മിനു മുനീറിന്റെ മുകേഷിനെതിരായ ഈ വെളിപ്പെടുത്തലോടെ തന്നെ CPM പ്രതിസന്ധിയിലായിരുന്നു. അതിനു പിന്നാലെയാണ് നടി ലൈംഗിക പീഡന പരാതി പോലീസിൽ നൽകിയത്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ സംഘടനകളും പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തു. മുകേഷ് MLA സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതൃത്വത്തിനറിയാം. അതുകൊണ്ട് തന്നെയാണ് രാജി എന്ന ആവശ്യം തള്ളാൻ നേതൃത്വം തീരുമാനിച്ചത്. MLA ആകുന്നതിന് മുമ്പുള്ള ആരോപണങ്ങൾക്ക് മുകേഷ് തന്നെ മറുപടി നൽകട്ടെ എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. നിരന്തരം MLA വിവാദങ്ങളിൽ ഉൾപ്പെടുന്നത് നേതൃത്വത്തിലെ ഭൂരിപക്ഷത്തിനും അതൃപ്തിയുണ്ട്. ഈ വിവാദങ്ങൾ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്നും നേതാക്കൾ പറയുന്നു. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാനാണ് ഏകദേശ ധാരണ. പക്ഷേ അതുകൊണ്ട് മാത്രം വിവാദങ്ങൾ അവസാനിക്കില്ലെന്ന് നേതൃത്വത്തിന് അറിയാം. അതേസമയം നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കുമോ എന്ന ചോദ്യത്തിന് ബന്ധപ്പെട്ടവർ മറുപടി നൽകുമെന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ വിശദീകരണം. പാർട്ടിയും LDF ഗവൺമെന്റും ഇത്തരം കാര്യത്തിൽ പ്രതിരോധത്തിലാവില്ല. കാരണം ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങൾ അതിനകത്ത് സമീപനം എടുത്തിട്ടുണ്ട്. CPM കൊല്ലം ജില്ലാ സെക്രട്ടറി യോഗം തുടരുകയാണ്. മുകേഷിനെതിരായ പരാതിയും യോഗത്തിൽ ചർച്ചയാകും. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.